ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഈ വാക്യങ്ങളെല്ലാം നോക്കൂ. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഡോക്ടർ പോയിരുന്നു. നിനക്ക് ബസ് കിട്ടിയില്ലേ? നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും നീ വീട്ടിൽ എത്തുമോ? ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാം. നിനക്കിന്ന് യൂണിഫോം ഇല്ലേ? നിനക്കിതുവരെ ജോലി ശരിയായില്ലേ അല്ലെങ്കിൽ കിട്ടിയില്ലേ? ഇങ്ങനെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നോക്കുന്നതിനോടൊപ്പം പ്രാക്ടീസും ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ ഹോസ്പിറ്റൽ ദ ഡോക്ടർ ഹാഡ് ലെഫ്റ്റ്. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഡോക്ടർ പോയി. എങ്ങനെ പറയാം? ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ ഹോസ്പിറ്റൽ ദ ഡോക്ടർ ഹാഡ് ലെഫ്റ്റ്. പ്ലീസ് റിപ്പീറ്റ്. ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ ഹോസ്പിറ്റൽ ദ ഡോക്ടർ ഹാഡ് ലെഫ്റ്റ്. ഡിഡിൻറ്റ് യു ഗെറ്റ് ദ ബസ്? നിനക്ക് ബസ് കിട്ടിയില്ലേ? എങ്ങനെ ചോദിക്കാം? ഡിഡിൻ യു ഗെറ്റ് ദ ബസ്? പ്ലീസ് റിപ്പീറ്റ്. ഡിഡിൻ യു ഗെറ്റ് ദ ബസ്? ഡിഡിൻ യു ഗെറ്റ് ദ ബസ്? വിൽ യു ബി ഹോം ബൈ ടുമോറോ ഈവനിങ്? നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും നീ വീട്ടിൽ എത്തുമോ? വിൽ യു ബി ഹോം ബൈ ടുമോറോ ഈവനിങ്? വിൽ യു ബി ഹോം ബൈ ടുമോറോ ഈവനിങ്? നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും നീ വീട്ടിൽ ഉണ്ടാവുമോ? Will you be home by tomorrow evening? Will you be home by tomorrow evening? ഞാൻ ഇറങ്ങുമ്പോൾ നിന്നെ വിളിക്കാം. I will call you when I get off. I will call you when I get off. ഞാൻ ഇറങ്ങുമ്പോൾ നിന്നെ വിളിക്കാം. I will call you when I get off. Please repeat. I will call you when I get off. Don't you have uniform today? നിനക്കിന്ന് യൂണിഫോം ഇല്ലേ? Don't you have uniform today? നിനക്കിന്ന് യൂണിഫോം ഇല്ലേ? Don't you have uniform today? നിനക്ക് ഇതുവരെ ജോലി ശരിയായിട്ടില്ലേ? Haven't you got a job yet? നിനക്ക് ഇതുവരെ ജോലി കിട്ടിയില്ലേ? ശരിയായിട്ടില്ലേ? എങ്ങനെ ചോദിക്കാം? Haven't you got a job yet? Haven't you got a job yet? Haven't you got a job yet? എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കാർ വാങ്ങുമായിരുന്നു. എങ്ങനെ പറയാം? ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ബൈ ദാറ്റ് കാർ. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ബൈ ദാറ്റ് കാർ. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ബൈ ദാറ്റ് കാർ. ഈസ് ഹീ ഗോയിങ് ടു വർക്ക്? അവൻ ജോലിക്ക് പോകുകയാണോ? ഈസ് ഹീ ഗോയിങ് ടു വർക്ക്? ഈസ് ഹീ ഗോയിങ് ടു വർക്ക്? അവൻ ജോലിക്ക് പോകുകയാണോ? ഈസ് ഹീ ഗോയിങ് ടു വർക്ക്? വൈ ഡിഡ് യു കം സോ ഏർലി ടുഡേ? നീ എന്താ ഇന്ന് ഇത്ര നേരത്തെ വന്നത്? എപ്പോഴും വൈകിയാണ് വരുന്നത്, പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് നേരത്തെ വരികയാണ് ഓഫീസിലേക്ക്. അപ്പോൾ ചോദിക്കാം, നീ എന്താ ഇത്ര നേരത്തെ വന്നത്? വൈ ഡിഡ് യു കം സോ ഏർലി ടുഡേ? വൈ ഡിഡ് യു കം സോ ഏർലി ടുഡേ? ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. എന്നെ വിളിക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. എന്നെ വിളിക്കാൻ മറക്കരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു കോൾ മീ. ഐ കെയിം ടു മീറ്റ് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ വന്നതാണ്. ഐ കെയിം ടു മീറ്റ് മൈ ഫ്രണ്ട്. ഐ കെയിം ടു മീറ്റ് മൈ ഫ്രണ്ട്. ഐ ഡിഡിൻറ്റ് മീൻ ഇറ്റ്. ഇറ്റ് വാസ് ജസ്റ്റ് എ സ്ലിപ്പ് ഓഫ് ദ ടങ്. നാവിന്ന് അറിയാതെ വീണു പോയതാ. ഞാൻ മനഃപൂർവ്വം ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് മീൻ ഇറ്റ്. ഇറ്റ് വാസ് ജസ്റ്റ് എ സ്ലിപ്പ് ഓഫ് ദ ടങ്. I didn't mean it. It was just a slip of the tongue. I should have gone there. ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു. I should have gone there. I should have gone there. ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു. I should have gone there. Is he your sibling? അവൻ നിന്റെ സ്വന്തം ബ്രദറാണോ? Is he your sibling? Is he your sibling? അവൻ നിന്റെ സ്വന്തം ബ്രദറാണോ? കൂടെ പിറപ്പാണോ? എങ്ങനെ ചോദിക്കാം? ഈസ് ഹി യുവർ സിബ്ലിംഗ്? ഞാൻ അത് ശീലിച്ചു. ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. ഞാൻ അത് ശീലിച്ചു. ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. യു ഡിഡ് ഇറ്റ് ഇൻറ്റൻഷണലി. നീ അത് മനഃപൂർവ്വം ചെയ്തതാണ്. യു ഡിഡ് ഇറ്റ് ഇൻറ്റൻഷണലി. യു ഡിഡ് ഇറ്റ് ഇൻറ്റൻഷണലി. മനഃപൂർവ്വം. യു ഡിഡ് ഇറ്റ് ഇൻറ്റൻഷണലി. നീ ഇത് മനഃപൂർവ്വം ചെയ്തു. നിനക്കിത് പറയാൻ നാണമില്ലേ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഡോണ്ട് യു ഫീൽ അഷെയിംഡ് ഓഫ് സീയിങ് ദിസ്? ഡോണ്ട് യു ഫീൽ അഷെയിംഡ് ഓഫ് സീയിങ് ദിസ്?
ഡോണ്ട് യു ഫീൽ അഷെയിംഡ് ഓഫ് സേയിങ് ദിസ്? നിനക്കിത് പറയാൻ നാണം തോന്നുന്നില്ലേ? ഡോണ്ട് യു ഫീൽ അഷെയിംഡ് ഓഫ് സേയിങ് ദിസ്? ബി ദർ അറ്റ് 4 o'clock. 4 മണിക്ക് അവിടെ ഉണ്ടാവണം. ബി ദർ അറ്റ് 4 o'clock. She has to be at the airport by 2 o'clock. അവൾ 2 മണിക്ക് എയർപോർട്ടിൽ എത്തണം. She has to be at the airport by 2 o'clock. Please repeat. She has to be at the airport by 2 o'clock. Does he have to attend the meeting on Friday? അയാൾ വെള്ളിയാഴ്ച മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? Does he have to attend the meeting on Friday? Please repeat. Does he have to attend the meeting on Friday? അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.